ഏകദേശം 26 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നു. कुछ 26 साल से मैं प्रचार कर रहा हूँ. അതിനു മുന്നമേ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുത്തു. और उससे पहले ही जब मैं विद्यार्थी था मैं अपने जीवन को यीशु मसीह को दे दिया. യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ जब मैं यीशु मसीह के वचन को प्रचार करने के लिए अपने आप को समर्पण किया. ബുദ്ധിമാന്മാരായ മനുഷ്യർ, വിവേകമുള്ള മനുഷ്യർ എന്നോട് പറഞ്ഞു, നിന്നെ ആര് പോറ്റും, നിനക്കാര് ചിലവിന് തരുമെന്ന് ചോദിച്ചു. मेरे घर के लोग, पढ़े लिखे लोग मुझसे पूछा कि तुम्हें कौन खर्चा देगा, तुम्हारा कार्य कैसे चलेगा. അവരുടെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയില്ല. अगर मैं उनके बातों को सुनता कभी मैं आपके सामने खड़ा नहीं हो सकता. അവരെന്നെ പുച്ഛിച്ചു, നിസാരമായി കണ്ടു. वो मुझे मजाक उड़ाए, मुझे छोटा कर कर देखा. എന്നാൽ ഞാൻ ദൈവശബ്ദം കേട്ടു. लेकिन मैंने परमेश्वर की आवाज को सुना. 25 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് പറയാൻ കഴിയും, 25 साल के बाद भी पूरे योग्यता से मैं आपसे कह सकता हूँ, ആകുലതയില്ലാത്തൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. मैं ऐसा एक जीवन बिताता हूँ जिसमें कुछ उत्खंडता नहीं है. എനിക്ക് 2 പെൺകുട്ടികളാണ്. मेरे पास 2 बेटियां അവരുടെ हैं. വിവാഹത്തെ കുറിച്ച് പോലും എനിക്ക് ആകുലതകളില്ല. उनके विवाह के बारे में भी मैं चिंता नहीं അവരുടെ करता. ഫീസിന്റെ കാര്യത്തെ കുറിച്ച് പോലും എനിക്ക് ആകുലതയില്ല. उनके फीस के बारे में भी मैं व्याकुल नहीं होता हूँ. പലപ്പോഴും അവരുടെ ഫീസിന്റെ കാര്യം ഞാൻ മറന്നുപോകും, എന്റെ കയ്യിൽ പൈസ ഇല്ലാതുമായിരിക്കും. और कई बार उनके फीस के बारे में मैं भूल जाता हूँ और मेरे पास पैसे भी नहीं പക്ഷെ അവർക്ക് होते. ഫീസ് കൊടുക്കേണ്ട ആ സമയത്ത് എന്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് ഫീസ് കൊണ്ടുതരും. लेकिन उनको जब फीस देना होता है उसी समय मेरे हाथ में पवित्र आत्मा उनके फीस के लिए पैसा दे देता है. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുവാൻ നിങ്ങൾ പരിശീലിക്കുകയാണ് എങ്കിൽ अगर आप परमेश्वर पर पूरा भरोसा करने के लिए सीख लेते हैं, ആകുലതയില്ലാത്തൊരു ജീവിതം നയിക്കുവാൻ കഴിയും. आप बिना व्याकुलता का एक जीवन आप बिता सकते हैं.